നമസ്കാരം TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്യൂനെറ്റ് ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയ പരാതിയിൽ രണ്ടുപേർക്കെതിരെ കേസ്. കുറ്റിപ്പുറം പോലീസ് കേസെടുത്തത് തിരൂർ സ്വദേശികളായ രണ്ടുപേർക്കെതിരെ. കുറ്റിപ്പുറം സ്വദേശിയിൽ നിന്നും 4 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ദേശീയ പാരാലിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് പുരസ്കാരവും മെഡലും വിതരണം ചെയ്തു. താനൂർ മൂലക്കൽ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റും മെഡൽ വിതരണവും മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. തിരൂർ ജില്ലാ ആശുപത്രിയെ തകർക്കാനുള്ള ഗൂഢനീക്കത്തിനെതിരെ ഡിവൈഎഫ്ഐ പ്രക്ഷോഭത്തിലേക്ക്. കേരള മുസ്ലിം ജമാഅത്ത് താനൂർ സോൺ വികസന രേഖ മന്ത്രി വി അബ്ദുറഹ്മാൻ സമർപ്പിച്ചു. കേരളത്തിന് ആശ്വാസമായി കോവിഡ് കണക്കുകൾ കുറഞ്ഞുവരുന്നു. 15,951 പേർക്ക് രോഗബാധ. വിശദമായ വാർത്തകളിലേക്ക്. ക്യൂനെറ്റ് ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയ പരാതിയിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്തു. കുറ്റിപ്പുറം സ്വദേശിയിൽ നിന്നും 4.5 ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ തിരൂർ സ്വദേശികളായ രണ്ടുപേർക്കെതിരെയാണ് കേസെടുത്തത്. ബഹുരാഷ്ട്ര ഓൺലൈൻ കമ്പനിയുടെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് പരാതി. ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന പരാതിയിൽ കുറ്റിപ്പുറം പോലീസാണ് രണ്ടുപേർക്കെതിരെ കേസെടുത്തത്. കുറ്റിപ്പുറം നടുവട്ടം സ്വദേശി പരപ്പിൽ അബ്ദുൽ ജലാലിന്റെ പരാതിയിൽ തിരൂർ വെട്ടം സ്വദേശികൾക്കെതിരെയാണ് കേസ്. ബഹുരാഷ്ട്ര ഓൺലൈൻ കമ്പനിയുടെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രതികൾ 4.5 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയായ ക്യൂനെറ്റിന്റെ പേരിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിരൂർ വെട്ടം സ്വദേശി പാലക്കാവളപ്പിൽ മുഹമ്മദ് റിസാദ്, പരിയാപുരം സ്വദേശി തെക്കേ ഇടിവെട്ടിയകത്തുമണലിൽ ചേലാട്ട് മുഹമ്മദ് സജീദ് എന്നിവർക്കെതിരെയാണ് കുറ്റിപ്പുറം പോലീസ് കേസെടുത്തത്. കുറ്റിപ്പുറം കൈതർകോവിൽ സ്വദേശി പരപ്പിൽ അബ്ദുൽ ജലാലിൽ നിന്ന് 4.5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് ഇരുവർക്കുമെതിരെയുള്ള പരാതി. പരാതിയിൽ നേരിട്ട് ഹാജരാകാൻ പോലീസ് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പ്രതികൾ മുങ്ങി നടക്കുകയായിരുന്നു. പോലീസ് കേസെടുത്തതിനെ തുടർന്ന് പ്രതികൾ ഒളിവിൽ പോയതായാണ് സൂചന. അബ്ദുൽ ജലാൽ 2020 മാർച്ച് മാസത്തിൽ 2 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി നൽകുകയും 63,000 രൂപ നേരിട്ട് നൽകുകയും ചെയ്തു. പിന്നീട് സെപ്റ്റംബറിൽ 2 തവണയായി 30,000 രൂപയും 1,40,000 രൂപയും നൽകി. കൂടാതെ വർക്ക് ചാർജ് എന്ന പേരിൽ 15,320 രൂപയും പ്രതികൾ തട്ടിയെടുത്തു. ദേശീയ പാരാലിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് പുരസ്കാരവും മെഡലും വിതരണം ചെയ്തു. താനൂർ മൂലക്കൽ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റും മെഡൽ വിതരണവും മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സംസ്ഥാന അസോസിയേഷന്റെ അംഗീകാരം അടിയന്തരമായി നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ബാംഗ്ലൂരിൽ നടന്ന ദേശീയ പാരാലിമ്പിക്സ് മത്സരത്തിൽ ജേതാക്കളായവർക്കുള്ള സർട്ടിഫിക്കറ്റ് മെഡൽ വിതരണം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. താനൂർ മൂലക്കലിലെ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിൽ വെച്ചായിരുന്നു ചടങ്ങ്. ലോക ചാമ്പ്യനാണ്, ഇഞ്ചുറി ആയിരുന്നു. സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് കേരള പ്രസിഡന്റ് ഫാദർ മാത്യു കിരിയന്തൻ അധ്യക്ഷനായിരുന്നു. അന്തർദേശീയ താരം ജോബി മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ 2009 മുതൽ കേരളം ദേശീയ മത്സരങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. മെഡലുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, വാങ്ങുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു കായിക താരം ഒളിമ്പിക്സിൽ നമ്മൾ പങ്കെടുക്കുകയും അത് ഷൂട്ടിങ്ങിലാകുകയും ചെയ്തത്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പാരാലിമ്പ്യന്മാരെ വാർത്തെടുക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ട്. അത്ലറ്റിക്കുകളായ എസ് നിയാസ്, MS സുജിത്ത്, KP സുജിത്ത്, KI കൃഷ്ണേന്ദു, മുഹമ്മദ് അനസ്, സാന്ദ്ര, പവർ ലിഫ്റ്റിംഗ് വിവിധ വിഭാഗത്തിൽ വെള്ളി മെഡൽ ജേതാക്കളായ ജോബി മാത്യു, MP പ്രമോദ്, അൽഫിയ ജെയിംസ്, PV ലതിക, അബ്ദുൽ സലാം, നീന്തൽ ജേതാക്കളായ മനോജ്, ജീവ ശിവൻ എന്നിവർക്കാണ് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തത്. സംസ്ഥാന സെക്രട്ടറി P ശശിധരൻ നായർ സ്വാഗതവും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് AMB നിസാർ നന്ദിയും പറഞ്ഞു. സംസ്ഥാന അസോസിയേഷന്റെ അംഗീകാരം അടിയന്തരമായി നടപ്പിലാക്കാനും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് മാത്രമായി പ്രത്യേകം സ്പോർട്സ് സമുച്ചയം ഒരുക്കുന്നതിനുമുള്ള പ്രഖ്യാപനവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് കായിക താരങ്ങൾക്ക് മന്ത്രി ഉറപ്പു നൽകി. ഡിഫറൻ്റ് ഏബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കഴിവുള്ളവർ തന്നെയാണ്. വ്യത്യസ്തമായ മേഖലയിൽ ഏറ്റവും കഴിവുള്ള ആളുകൾ അവർ ഒരു സംസ്ഥാനത്തിന് വേണ്ടി നേടിയെടുത്ത മെഡലുകളും സർട്ടിഫിക്കറ്റുകളുമാണ് നമ്മളിപ്പോൾ വിതരണം ചെയ്തത്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം, അഫിലിയേഷൻ്റെ കാര്യം, തീർച്ചയായും ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം അതായിരിക്കുമെന്ന് നിങ്ങളെ സാക്ഷി നിർത്തി പറയുകയാണ്. ഇതിലെ മറ്റൊരു കാര്യം, ഇത്തരം കായിക താരങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് പരിശീലകർക്ക് താമസിക്കാനും
മറ്റുമുള്ള മുഴുവൻ സൗകര്യങ്ങളുള്ള സംവിധാനമാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഒരുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ജോബിയുമായി നമ്മൾ സംസാരിച്ചു. ജോബി കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് ഏറ്റവും നല്ല പ്രൊജക്റ്റായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അദ്ദേഹത്തോട് 2 തവണ ഞാൻ സംസാരിച്ചപ്പോഴും എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ജോബിയുടെ പ്രൊജക്റ്റ് നമുക്ക് നടപ്പിൽ വരുത്തണം. അതിന് മായി ബന്ധപ്പെട്ട് അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു വരികയാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. തിരു GMP സ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. തിരു GMP സ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരു GMP സ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. 2 നിലകളിലായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് 3 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ഈ കെട്ടിട നിർമ്മാണത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഏജൻസിയായ കിലയെ ഏൽപ്പിച്ചിട്ടുണ്ട്. മണ്ണ് പരിശോധന പൂർത്തിയായി 1 വർഷത്തിനുള്ളിൽ പുതിയ കെട്ടിടം നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ന് തിരൂരിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു UP സ്കൂൾ കൂടിയാണ് നമ്മളെ GMUP. ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം 3 കോടി രൂപ കഴിഞ്ഞ തവണ അനുവദിച്ചതാണ്. ആ ഏറ്റെടുത്ത ഏജൻസി അത് കൃത്യസമയത്ത് അത് പൂർത്തീകരിക്കാത്തതിൻ്റെ പേരിൽ ആ ഏജൻസിയെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ കില എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ഏജൻസിയെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കാൻ സർക്കാർ ഇപ്പോൾ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവരതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് നീക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കെട്ടിടം ഇവിടെ പണിയാനുള്ള നടപടികളായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മണ്ണ് പരിശോധന ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തി ഏറ്റവും പെട്ടെന്ന് ആരംഭിക്കാൻ ഉള്ള നടപടികൾ, അതോടൊപ്പം തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടികളും പെട്ടെന്നെടുക്കും. നമുക്ക് 1 വർഷത്തിനകം ആ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. സ്കൂളിലെത്തിയ മന്ത്രിയുമായി പ്രധാനാധ്യാപകൻ A. ഉണ്ണികൃഷ്ണൻ, PTA ഭാരവാഹികളായ KP നൌഷാദ്, സലീം മേച്ചേരി, വിനോദ് തലപ്പള്ളി എന്നിവർ ചർച്ച നടത്തി. 100ാം വാർഷികത്തിന്റെ നിറവിൽ നിൽക്കുന്ന തിരൂരിലെ പ്രമുഖ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലായതിനാൽ ക്ലാസ് മുറികളുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അസമിലുണ്ടായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഡിവിഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തിരൂരിൽ AK അബ്ദുൽ മജീദ് മാസ്റ്ററും താനൂരിൽ ഷുഹൈബും ഉദ്ഘാടനം ചെയ്തു. അസമിലുണ്ടായ കൊലപാതകത്തിനെതിരെ രാജ്യവ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. തിരൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം താഴെപ്പാലത്തും ആരംഭിച്ച് തിരൂർ നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം AK അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് CH ബഷീർ അധ്യക്ഷനായിരുന്നു. അബ്ദുറഹ്മാൻ കല്ലിങ്ങൽ സംസാരിച്ചു. പ്രകടനത്തിന് കബീർ തിരൂർ, യഹിയ, അബ്ദുൽ ഖാദർ, ആബിദ്, ബാപ്പു, നിസാർ, മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. താനൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. താനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100-ലധികം പ്രവർത്തകർ പങ്കെടുത്തു. താനൂർ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സംഗമം ഡിവിഷൻ കമ്മിറ്റി അംഗം ഷുഹൈബ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ ഭാരവാഹികളായ കുഞ്ഞി മുഹമ്മദ്, ഹബീബ്, ബാപ്പു, സിദ്ദിഖ്, അഷ്റഫ്, ഗഫൂർ, ഷംസു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗ്ലോബൽ KMCC നിറമതിൽ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹോപഹാരം 2021 മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ എടത്താണി ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ KMCC നിറമരുതൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹോപഹാരം 2021 മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ എടത്താണി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും നിറമരുതൂർ പഞ്ചായത്ത് വൈറ്റ് കാർഡ് അംഗങ്ങളെയും ആദരിച്ചു. ചടങ്ങിൽ K. ഷാഫി ഹാജി അധ്യക്ഷത വഹിച്ചു. റഹീം മേച്ചേരി പുരസ്കാരം നേടിയ PA റഷീദ, MP അഷ്റഫ്, KC ബാവ, ഷാഹിന നിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വികസന കാര്യത്തിൽ താനൂർ മണ്ഡലത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് നിറമരുതൂർ പഞ്ചായത്ത്. അതിന് മാറ്റം കുറിക്കുന്ന ഒരു ജനവിധിയാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിറമരുതൂരിലെ ജനങ്ങളെടുത്ത തീരുമാനം. ആ തീരുമാനത്തിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെയാണ് പഞ്ചായത്തിന്റെ ഭരണം ഏറ്റെടുത്ത അന്ന് മുതൽ തന്നെ ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ ഭരണസമിതി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.
പിന്നോക്കം നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ നിൽക്കുന്ന ഈ പഞ്ചായത്തിന്റെ ഭരണസാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഈ പിന്നാക്കാവസ്ഥ മാറ്റി പഞ്ചായത്തിനെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിവിധങ്ങളായ പദ്ധതികളും എല്ലാം രൂപീകരിച്ചുകൊണ്ട് തന്നെയാണ് UDF ഈ പഞ്ചായത്തിന് സാന്നിധ്യം ഏറ്റെടുത്തത്. തിങ്കളാഴ്ച നടക്കുന്ന ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടക്കുന്ന ഹർത്താൽ ആഹ്വാനവുമായി തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ താനൂരിൽ പ്രകടനം നടത്തി. തിങ്കളാഴ്ച നടക്കുന്ന ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടക്കുന്ന ഹർത്താൽ ആഹ്വാനവുമായി തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ താനൂരിൽ പ്രകടനം നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ STU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KP സൈദിൽ ഉദ്ഘാടനം ചെയ്തു. ഹർത്താൽ നാളെ ഇന്ത്യ രാജ്യം ഒട്ടുക്കും നടക്കുകയാണ്. നരേന്ദ്രമോദിയുടെ മൂക്കിന് തുമ്പത്ത് ഡൽഹിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കർഷകർ കഴിഞ്ഞ കുറേ കാലമായി നടത്തിവരുന്ന സമരം കണ്ടില്ലെന്ന് നടിച്ചപ്പോ കർഷക സമരം ഇന്ത്യ രാജ്യത്തൊട്ടുക്കും വ്യാപിച്ച് അത് ഇന്ത്യയുടെ ഒരു വലിയ പ്രക്ഷോഭമായി ലോക രാജ്യങ്ങൾ തന്നെ വിലയിരുത്തിയ ഒരു സമരമാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഒരു അധ്യായം തുന്നിച്ചേർക്കപ്പെട്ട കർഷകരുടെ പോരാട്ടം. VP ശശികുമാർ അധ്യക്ഷനായിരുന്നു. CIT ഏരിയ പ്രസിഡന്റ് M അനിൽകുമാർ, NCP നിയോജക മണ്ഡലം പ്രസിഡന്റ് K കുമാരൻ, NLU ജില്ലാ ട്രഷറർ AP സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു. തൊഴിലാളി വിരുദ്ധമായ നിലപാടുകളുമായി തൊഴിലാളി വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രമായി ഇന്ത്യയുടെ പാർലമെന്റിനെ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഇന്ത്യയുടെ GDP വളർച്ചയുടെ 50% സംഭാവന ചെയ്യുന്ന ഈ തൊഴിലാളി വർഗത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ, അധിക്ഷേപിക്കുന്ന രീതിയിൽ അവരുടെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ. CIT ഏരിയ സെക്രട്ടറി ബാലകൃഷ്ണൻ ചുള്ളിയത്ത് സ്വാഗതവും JTUC ജില്ലാ കമ്മിറ്റി അംഗം ഫസൽ താനൂർ നന്ദിയും പറഞ്ഞു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തിരൂർ ജില്ലാ ആശുപത്രിയെ തകർക്കാനുള്ള ഗൂഢനീക്കത്തിനെതിരെ DYFI പ്രക്ഷോഭത്തിലേക്ക്. DYFIയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പരാതി സ്വീകരിക്കൽ ക്യാമ്പയിൻ നടത്തും. ജില്ലയുടെ തീരദേശത്തെ സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ തിരൂർ ജില്ലാ ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുന്ന നടപടികളുമായി സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോവുകയായിരുന്നു. രോഗി സൗഹൃദ ആശുപത്രി എന്ന നിലയിൽ രോഗികൾക്ക് മികച്ച ചികിത്സ നൽകുന്നതിനായി കൂടുതൽ സൗകര്യങ്ങളാണ് ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്നത്. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ ഈ നടപടികൾ തുരങ്കം വയ്ക്കാനാണ് ചില ഗൂഢശക്തികൾ നീക്കം നടത്തുന്നത്. ജില്ലാ ആശുപത്രിക്ക് ലഭിച്ച 108 ആംബുലൻസിന് പോലും ആശുപത്രി അധികൃതർ അള്ളുവെക്കുന്ന നിലപാടാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സ്വകാര്യ ആംബുലൻസിനായി 108 ആംബുലൻസ് ആശുപത്രിയിൽ നിന്നും ഒഴിവാക്കുന്നതടക്കം നിരവധി പ്രശ്നങ്ങളാണ് ഉയർന്നത്. ഇതേ തുടർന്നാണ് പ്രശ്നം പരിഹരിക്കുന്നതിനായി സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ DYFI ബ്ലോക്ക് കമ്മിറ്റി പരാതി സ്വീകരിക്കൽ ക്യാമ്പയിൻ നടത്തുന്നത്. ജില്ലാ ആശുപത്രി കുറേയേറെ പരിമിതികൾ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഭാഗമായി അന്വേഷണത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതിനകത്ത് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളെ ഈ ഒരു വിഷയത്തോടു കൂടി ആളുകൾ പരാതിയായി DYFIയുടെ മുമ്പിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞൊരു സംഗതി എന്ന് പറഞ്ഞത്, ഞങ്ങൾ DYFIയുടെ ഭക്ഷണ വിതരണ ആശുപത്രിക്കകത്ത് നടക്കുമ്പോൾ DYFIയുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, പ്രവർത്തകരൊക്കെ നിരന്തരമായി ആശുപത്രിയിൽ ഇടപെടാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇടപെടുമ്പോൾ ഈ ആശുപത്രിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അതിൽ വളരെ വലിയ അസഹിഷ്ണുത ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. 28 ചൊവ്വാഴ്ച പകൽ 11 മുതൽ 12 വരെ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും നാട്ടുകാരുടെയും പരാതികൾ സ്വീകരിക്കുന്നു. തുടർന്ന് ഇവ ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് DYFI ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് KP ഷാജിദ്, സെക്രട്ടറി CO ബാബുരാജ്, ജാഫർ എന്നിവർ അറിയിച്ചു. ജില്ലാ ആശുപത്രിയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച്, പരാതികളെ സംബന്ധിച്ച് അവിടുത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നാട്ടുകാർക്കുമൊക്കെ പരാതി അവർക്ക് എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ പരാതി പറയാനുള്ള ഒരവസരം DYFI ഒരുക്കുകയാണ്. DYFIയുടെ ബ്ലോക്ക് നേതാക്കന്മാർ അന്ന് അവിടെ 28-ാം തീയതി 11 മണി മുതൽ 12 മണി വരെ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ പരാതി സ്വീകരിക്കുന്നതിനുള്ള ഒരു കൗണ്ടർ നമ്മൾ ആരംഭിച്ച് ഈ പരാതി ശേഖരിച്ച് ആ പരാതിയിൽ നിന്ന് ഉയർന്നു വരുന്ന സംഗതികൾ നമ്മുടെ പൊതുസമൂഹത്തിൽ പത്രസമ്മേളനം വിളിച്ച് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുകയും ആരോഗ്യവകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ശ്രദ്ധയിൽ ഉൾപ്പെടുത്തി ഈ ആശുപത്രിയെ മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുമാണ് DYFI തീരുമാനിച്ചിട്ടുള്ളത്. ഈ ആശുപത്രിയെ മികച്ച ആശുപത്രിയാക്കി മാറ്റുന്നതിൽ ആരാണോ തടസ്സം നിൽക്കുന്നത് ആ തടസ്സം നീങ്ങുന്നത് വരെ ഈ കാര്യമുയർത്തി DYFI അതിശക്തമായ ഇടപെടൽ നടത്തുമെന്നുകൂടി പൊതുസമൂഹത്തെ അറിയിക്കാൻ DYFIയുടെ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. വ്യാപാരികളുടെ കുടുംബത്തിന് സുരക്ഷയൊരുക്കി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി. ട്രേഡേഴ്സ് വെൽഫെയർ ഫണ്ടിന്റെ പ്രതീക്ഷാ കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം മന്ത്രി V. അബ്ദുറഹ്മാൻ കുടുംബത്തിന് കൈമാറി.
കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി ആരംഭിച്ച മലപ്പുറം ട്രേഡേഴ്സ് വെൽഫെയർ ഫണ്ടിന്റെ പ്രതീക്ഷ കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള സഹായധനം വി അബ്ദുറഹ്മാൻ കൈമാറി. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് അംഗമായിരുന്ന സംഘം ഹോട്ടൽ ഉടമ പരേതനായ കെ വി വേലായുധന്റെ കുടുംബത്തിനുള്ള 10 ലക്ഷം രൂപയുടെ സഹായധനം ഭാര്യ വസന്തകുമാരിക്കാണ് മന്ത്രി കൈമാറിയത്. തിരൂർ വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാൾ പരിസരത്തായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. കൃത്യമായി ഇടപെടുകയും അതോടൊപ്പം തന്നെ വ്യാപാര സമൂഹത്തെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ ആരംഭകാലം തൊട്ട് തന്നെ ഇതിനോട് സഹകരിച്ചു പോരുന്നവരാണ് തിരൂരിലെ വ്യാപാരി സമൂഹവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളും സർക്കാർ അധികൃതരും എല്ലാം തന്നെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമിച്ച് പോവുകയാണ്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ അധ്യക്ഷനായിരുന്നു. MLA-മാരായ കുർക്കോളി മൊയ്തീൻ, പി നന്ദകുമാർ, അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ എന്നിവർക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകി. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹരായ തിരൂർ CI ജിജോ, ASI ഷിബു എന്നിവരെയും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വ്യാപാരികളുടെ മക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി, നഗരസഭാ അധ്യക്ഷ AP നസീമ, ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി, വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് S ഗിരീഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി M കുഞ്ഞി മുഹമ്മദ്, ട്രഷറർ നൌഷാദ് കളപ്പാടൻ, ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, PA റഷീദ കുട്ടൻ, വൈസ് പ്രസിഡന്റുമാരായ A ഹരീന്ദ്രൻ, C മമ്മി, സമദ് പ്ലസന്റ്, സാഗർ അബ്ദുള്ള, PS സലാം ലില്ലി, ഷബീബ് അസോസിയേറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കേപ്പുറം ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. കേപ്പുറം ജനകീയ വായനശാല ഗ്രന്ഥാലയത്തിന് കീഴിൽ പ്രദേശത്ത് ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും വായനശാല നടത്തിയ വിവിധ കലാപരിപാടികൾ വിജയിച്ചവരെയുമാണ് അനുമോദിച്ചത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 100% സാക്ഷരത നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രദേശങ്ങളിലും ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ അതിലെ വിജയികളെ അനുമോദിക്കാൻ, അതോടൊപ്പം തന്നെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ അതിന് പ്രാപ്തരാക്കുന്ന പദ്ധതികളും പരിപാടികളൊക്കെ നടത്തി വരുന്നു. ഇത്തരം കൂട്ടായ്മകളാണ് നമ്മുടെ നാടിൻ്റെ നട്ടെല്ല്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒന്നായി കാണാനും നമുക്ക് ഒന്നിച്ചിരിക്കാനും കഴിയുന്ന വേദികളാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക വേദികൾ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. തുടർന്ന് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപഹാരം കൈമാറി. താനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മല്ലിക ടീച്ചർ അധ്യക്ഷയായിരുന്നു. വായനശാല സെക്രട്ടറി K ശിവദാസൻ, വാർഡ് മെമ്പർ PV ഷൺമുഖൻ, ചന്ദ്രൻ കോന്നാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അക്ഷരസേന വളണ്ടിയർമാർക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം മന്ത്രി നിർവഹിച്ചു. O രാജൻ, K ചന്ദ്രൻ, M സുബ്രഹ്മണ്യൻ, മലയിൽ മണി, ഷൈനി ടീച്ചർ, ധന്യ, PP രാജേഷ്, K ഹിരൺ, M അഭിനവ്, M സോമൻ, K ഷാജി, സിറാജുദ്ദീൻ, A സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരൂർ നഗരസഭയിൽ ഹയർ സെക്കൻഡറി തുല്യത ഉന്നത വിജയം നേടിയ പഠിതാക്കൾക്കായി വിജയോത്സവം സംഘടിപ്പിച്ചു. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിൽ നിന്നും ഹയർ സെക്കൻഡറി തുല്യത പരീക്ഷയിൽ വിജയം നേടിയ പഠിതാക്കൾക്കായി വിജയോത്സവം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ ചിറട്ടായിൽ അധ്യക്ഷയായിരുന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം മാസ്റ്റർ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ PK തങ്ങൾ, പ്രമോദ്, ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രേരക് സതിരത്നം സ്വാഗതവും CEC പ്രേരക് ഷീബ നന്ദിയും പറഞ്ഞു. കൊടക്കൽ CSI മിഷൻ ആശുപത്രിയിലെ സിസ്റ്റർ സോളി ലിസിയെ മലയാളം ചാരിറ്റി ടീം ആദരിച്ചു. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മലയാളം ചാരിറ്റി പ്രവർത്തകർ ഉപഹാരം നൽകി. അപകടത്തിൽ പരിക്കുപറ്റിയ എടപ്പാളിലെ നിർധന കുടുംബത്തിലെ കുട്ടിയുടെ വിഷയം മലയാളം ചാരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കുട്ടിയുടെ ചികിത്സാ സഹായം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ മുൻകൈയെടുക്കുകയും ചെയ്ത CSI ആശുപത്രിയിലെ സിസ്റ്റർ സോളി ലിസിയെയാണ് ചാരിറ്റി പ്രവർത്തകർ ആദരിച്ചത്. അങ്ങനത്തെ ഒരു രോഗിയെ കണ്ട് കിട്ടിയിട്ടില്ലായിരുന്നു എങ്കിൽ, അവർ സിസ്റ്ററുടെ കണ്ണിൽ അത് പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ ആ കുട്ടിക്ക് ഇന്നൊരു ജീവിതം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ സിസ്റ്ററെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിന് വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, അതിലുപരി സദസ്സിലിരിക്കുന്നവർക്കും എല്ലാവർക്കും മലയാളം ചാരിറ്റിയുടെ വക ആശംസകൾ അർപ്പിക്കുകയാണ്. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മലയാളം ചാരിറ്റി ടീമിന്റെ ഉപഹാരം സിസ്റ്റർക്ക് കൈമാറി. അവസ്ഥ മനസ്സിലാക്കി അപ്പോൾ വേണ്ട ട്രീറ്റ്മെന്റ് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തതും അവരാണ്. പിന്നെ നിങ്ങളുടെ സംഘടനയെ അറിയിച്ചതും സംഘടനയിലെ ആൾക്കാർ നല്ല മനസ്സ് കാണിച്ചിട്ട് ആ ഒരു കുടുംബത്തെ ഏറ്റെടുത്തതിനും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇനിയും ഇതുപോലെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തട്ടെ, അതിന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മലയാളം ചാരിറ്റി ലീഗൽ അഡ്വൈസർ രാജേഷ്, ചെയർമാൻ CP അബ്ദുള്ളക്കുട്ടി, CP നാസർ, മയ്യേരി സിദ്ദീഖ്, രവി ഹനുമാൻകാവ്, CP ജിനീഷ്, മുഹമ്മദ് റിയാസ്, സൂപ്പിക്കുട്ടി, ഷമീർ ഇസ്മായിൽ, സക്കീർ വൈരങ്കോട്, ഫൈസൽ, കൊടക്കൽ ആശുപത്രി DMO സിബിൻ, മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ഇടവേള.
കേരള മുസ്ലിം ജമാഅത്ത് താനൂർ സോൺ വികസന രേഖ മന്ത്രി വി അബ്ദുറഹ്മാൻ സമർപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ, സാംസ്കാരിക, ആരോഗ്യ, കായിക, കാർഷിക മേഖലകളിലെ സമഗ്ര വികസന രേഖയാണ് മന്ത്രിക്ക് കൈമാറിയത്. ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുൽ മജീദ് ഫൈസി ആദർശേരി, അബ്ദുൽ കരീം ഹാജി പനങ്ങാട്ടൂർ എന്നിവർ കൈമാറി. കേരള മുസ്ലിം ജമാഅത്ത് താനൂർ സോൺ വികസന രേഖ മന്ത്രി വി അബ്ദുറഹ്മാൻ സമർപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ, സാംസ്കാരിക, ആരോഗ്യ, കായിക, കാർഷിക മേഖലകളിലെ സമഗ്രമായ വികസന രേഖയാണ് മന്ത്രിക്ക് കൈമാറിയത്. വിദ്യാഭ്യാസ രംഗത്തെ SSLCക്ക് ശേഷമുള്ള പഠനത്തിന് പരിമിതികളെ മറികടന്നുകൊണ്ടുള്ള പരിഹാരം കാണുകയും ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിന് അവസരമൊരുക്കുകയും ചെയ്യണമെന്ന് വികസന രേഖയിൽ പറയുന്നുണ്ട്. സാംസ്കാരിക മേഖലയിലെ മുന്നേറ്റത്തിന് മാർഗരേഖ വികസന രേഖ മുന്നോട്ട് വെക്കുന്നു. വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് അർഹമായ പരിഗണന നൽകുകയും അവരെ പഠിക്കാനും റിസർച്ച് നടത്താനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും മോയിൻകുട്ടി വൈദ്യർ സ്മാരകം വിശാലമായ പഠന കേന്ദ്രങ്ങളാക്കി മാറ്റണമെന്ന് വികസന രേഖ ആവശ്യപ്പെടുന്നുണ്ട്. വികസന രേഖ മന്ത്രി വി അബ്ദുറഹ്മാൻ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുൽ മജീദ് ഫൈസി ആദർശേരി, അബ്ദുൽ കരീം ഹാജി പനങ്ങാട്ടൂർ എന്നിവർ കൈമാറി. മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് കായികം, അതുപോലെ വിദ്യാഭ്യാസം, അതുപോലെ മറ്റു എല്ലാ വിഷയങ്ങളും മലപ്പുറം ജില്ലയിലെ ഏക മന്ത്രി എന്ന നിലയിൽ വി അബ്ദുറഹ്മാൻ സാഹിബിന് മന്ത്രി അവർകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. രേഖകളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ എല്ലാ പിന്നോക്കാവസ്ഥയും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും തുടങ്ങി എല്ലാ മേഖലയിലുമുള്ള പിന്നോക്കാവസ്ഥ കണക്കിലെടുത്ത് അതിനുള്ള പരിഹാരം എന്ന നിലക്കുള്ള ഒരു മാർഗരേഖയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഒ മുഹമ്മദ് കാവപ്പുര, ഉമർ ഷെരീഫ് സാദി, ഷക്കീർ ഹസനി, ഹമാദ് അബ്ദുള്ള സഖാഫി, അഷ്റഫ് സഖാഫി, ആസാദ് ഉണ്ണിയാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. മെഡലുകൾ തേടിയെത്തുന്ന കായിക കേരളം യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക പഠനം പൊതുവിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച കായിക താരങ്ങൾ ആദരിക്കൽ ചടങ്ങ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രതിസന്ധികളെ അതിജീവിച്ച് മികവിന്റെ കായിക കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മെഡലുകൾ തേടിപ്പോകുന്നതിൽ നിന്ന് മാറി മെഡലുകൾ തേടിയെത്തുന്ന കായിക കേരളമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കളിക്കളങ്ങളെയും കായിക താരങ്ങളെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ കായിക പഠനം ഉൾപ്പെടുത്തി പാഠ്യപദ്ധതി പരിഷ്കരിക്കും. കായിക പഠനം കുറ്റമറ്റതാക്കാൻ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ റിസോഴ്സ് പേഴ്സണർമാരെ നിയമിക്കും. കായിക താരങ്ങൾക്ക് ഇതിലൂടെ മികച്ച തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. കളിക്കളങ്ങളില്ലാത്ത എല്ലാ പഞ്ചായത്തുകളും കളിക്കളം നിർമ്മിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ ഇന്ന് പല പഞ്ചായത്തുകളിലും നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിന് തീരുമാനമാകുക. അതും നമ്മൾ അടുത്ത സാമ്പത്തിക വർഷം പൂർത്തിയാക്കാനാണ് അല്ലെങ്കിൽ ആരംഭിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഇതിന് പുറമെ അന്താരാഷ്ട്ര ദേശീയ കായിക മേളകളിൽ മത്സരിച്ച് അത്തരം മത്സരങ്ങളിൽ പങ്കെടുത്ത കായിക താരങ്ങളെ ജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസർമാരുടെ അതേ നിലവാരത്തിലുള്ള തസ്തികയിൽ സംസ്ഥാനത്തുടനീളം നിയമിക്കാൻ നമ്മളിപ്പോൾ തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ ഈ ഡയറക്ടർമാർ ജില്ലാ ഡയറക്ടർമാർ എന്നുള്ള രീതിയിലാണ് അവരറിയപ്പെടുന്നത്. അവർ ഈ കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തരം പദ്ധതികളെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും. കാരണം അവരുടെ അനുഭവജ്ഞാനം സ്പോർട്സിലാണ്. അങ്ങനെ ഒരു കാൽവയ്പ്പിനാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മലപ്പുറത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച കായിക താരങ്ങളെ ആദരിക്കൽ ചടങ്ങ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഒളിമ്പ്യന്മാരായ KT ഇർഫാൻ, MP ജാബിർ എന്നിവരെ മന്ത്രി വി അബ്ദുറഹ്മാൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ 5 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും ഫലകവും വിതരണം ചെയ്തു. മികച്ച ഫുട്ബോൾ പ്രതിഭയ്ക്കുള്ള മൊയ്തീൻകുട്ടി പുരസ്കാര ജേതാവ് ആഷിഖ് കുരൂണിയനു വേണ്ടി പിതാവ് അസൈൻ ഏറ്റുവാങ്ങി. മികച്ച കായിക പ്രതിഭയ്ക്കുള്ള PK ജയപ്രകാശ് പുരസ്കാരം PK മുഹമ്മദ് ഹനാനും മികച്ച കായിക പരിശീലകനുള്ള ഡോക്ടർ ആലിക്കുട്ടി സ്മാരക പുരസ്കാരം VP സുധീറിനും മന്ത്രി
സമ്മാനിച്ചു. മുൻ ദേശീയ ഫുട്ബോൾ താരം യു ഷറഫ് അലി അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. പി ഉബൈദുള്ള MLA അധ്യക്ഷനായി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എ ശ്രീകുമാർ കായിക താരങ്ങളെ പരിചയപ്പെടുത്തി. ജില്ലാ കളക്ടർ VR പ്രേംകുമാർ, ജില്ലാ വികസന കമ്മീഷണർ S പ്രേംകൃഷ്ണൻ, നഗരസഭാധ്യക്ഷൻ മുജീബ് കാടേരി, മുൻ ദേശീയ ഫുട്ബോൾ താരം യു ഷറഫ് അലി, ഇന്ത്യൻ ബാഡ്മിന്റൺ അസോസിയേഷൻ ഉപാധ്യക്ഷൻ S മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ജയന്തിയോടനുബന്ധിച്ച് തിരൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ ബൂത്തിലും പുഷ്പാർച്ചനയും ഉപാധ്യായ അനുസ്മരണവും പ്രവാസ ഗൃഹ സമ്പർക്കവും സംഘടിപ്പിച്ചു. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ജയന്തിയോടനുബന്ധിച്ച തിരൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ ബൂത്തിലും പുഷ്പാർച്ചനയും ഉപാധ്യായ അനുസ്മരണവും സംഘടിപ്പിച്ചു. പണ്ഡിറ്റ് ദീനദയാൽ സ്വപ്നം കണ്ട ദാരിദ്ര്യ നിർമ്മാർജ്ജനം നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് BJP മേഖലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ പറഞ്ഞു. മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ സ്റ്റേറ്റ് കൗൺസിൽ അംഗം ഗീതാ മാധവൻ, ജില്ലാ കമ്മിറ്റി അംഗം ഭരതൻ, സുനിൽ, M വസന്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാദേശിക കലാപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാൻ സ്വന്തം താനൂർ പദ്ധതി വഴി കൂടുതൽ പ്രവർത്തനം ഏറ്റെടുക്കുമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. പുരോഗമന കലാ സാഹിത്യ സംഘം താനൂർ മേഖലാ കമ്മിറ്റി കലാജാഥ അംഗങ്ങളെ ആദരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുരോഗമന കലാ സാഹിത്യ സംഘം താനൂർ മേഖലാ കമ്മിറ്റി കീഴിൽ കലാജാഥയിൽ അംഗങ്ങളായവരെ അനുമോദിച്ചു. ചടങ്ങ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക കലാപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാൻ സ്വന്തം താനൂർ പദ്ധതി വഴി കൂടുതൽ പ്രവർത്തനം ഏറ്റെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കലയുടെ മൂല്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് പ്രാദേശികമായി അവതരിപ്പിച്ച് ജനങ്ങളിൽ കലാബോധം ഉയർത്താൻ ഏറ്റവും അധികം സഹായിക്കുന്ന ആളുകളാണ് പ്രാദേശിക കലാകാരന്മാർ. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ച, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് നമ്മൾ എൻ്റെ താനൂർ എന്ന പേരിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് ആവിഷ്കരിച്ച് കുറേ നടപ്പിലാക്കി വരുമ്പോഴാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമുക്ക് കോവിഡ് പിടിപെട്ടത്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും വിപുലമായിട്ടുള്ളൊരു പരിപാടി ആവിഷ്കരിച്ചതായിരുന്നു. ഈ മഹാമാരിയിൽ അത് നടത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. തീർച്ചയായും നമ്മൾ നടത്തും. അത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ വിട്ടുപോയിട്ടില്ല. VV സത്യാനന്ദൻ, KMK കുണ്ടൂർ, മണികണ്ഠൻ P, ചന്ദ്രമതി, നാരായണൻകുട്ടി, രാധ, മധു പിറ്റക്കോട്, അദ്രിജ, ഹനീഫ, ഗംഗാധരൻ കുണ്ടൂർ എന്നിവരെയാണ് മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചത്. താനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മല്ലിക ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വ രാജേഷ് പുതുകാട്, E അനോജ്, E സുജ, K ചന്ദ്രൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് വീണ്ടും ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. 15,951 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,03,484 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കേരളത്തിന് ആശ്വാസം പകർന്ന് കോവിഡ് കണക്കുകൾ ദിനംപ്രതി കുറഞ്ഞു വരുന്ന കാഴ്ചയാണ്. 15,951 പേർക്കാണ് ഞായറാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 1,03,484 സാമ്പിളുകൾ പരിശോധിച്ചു. 165 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 24,603 ആയി. 17,658 പേരാണ് രോഗമുക്തരായത്. 15,191 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 617 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 73 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 1,63,280 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 44,41,430 പേർ ഇതുവരെ രോഗമുക്തരായിട്ടുണ്ട്. ജില്ലയിലും ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. 1,211 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 1,328 പേർ രോഗമുക്തരായി. 14% TPR. മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ച 1,211 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 14% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1,328 പേർ ഞായറാഴ്ച മാത്രം രോഗമുക്തരായി. ഇതോടെ ജില്ലയിലാകെ രോഗമുക്തരായവരുടെ എണ്ണം 5,28,051 ആയി. 1,173 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 9 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 28 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 46,371 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 15,888 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 732 പേർ പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിലും 237 പേർ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും 105 പേർ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലുമുണ്ട്. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 62 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 35,63,002 പേരാണ് കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചത്. 26,82,552 പേർക്ക് ഒന്നാം ഡോസും 8,80,450 പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകി. നിറവൂർ സീക്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം കായിക മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. കേരള ക്രിക്കറ്റ് ടീം അംഗം നജില CMCക്കും കേരള കൊക്കോ ടീം അംഗം ആയിഷ ഫിദയെയും ചടങ്ങിൽ അനുമോദിച്ചു. കഴിഞ്ഞ 29 വർഷമായി ജനതാ ബസാർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സീക്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുതിയ ഓഫീസ് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു.
തുടർന്ന് നടന്ന ചടങ്ങിൽ ഫൈസൽ കെ അധ്യക്ഷനായിരുന്നു. നിറമൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി, വൈസ് പ്രസിഡന്റ് സജിബോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VEM ഇക്ബാൽ, സാജിറ TV, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീധരൻ തച്ചറക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ലബിന്റെ നേതൃത്വത്തിൽ കോവിഡ് കാലത്ത് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മന്ത്രി പ്രശംസിച്ചു. പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വലിയ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ എണ്ണിയ കാര്യങ്ങളൊന്നും എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ കൂട്ടായ്മ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ കൂടുതൽ പ്രയോജനകരമായിക്കൊണ്ട് തന്നെ ഇതിനെ ഉപയോഗിക്കണമെങ്കിൽ, അതിൻ്റെ പ്രയോജനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഹ്റു യൂത്ത് മൂവ്മെൻറ്റുമായി കൊണ്ട് അഫിലിയേറ്റ് ചെയ്യപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് കാരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നിരവധി പ്രക്രിയകളിൽ അതിൻ്റെ ഗുണഫലം നമ്മുടെ നാട്ടിലെത്തിക്കാൻ നിങ്ങൾക്ക് അതുകൊണ്ട് സാധിക്കും. സീക്കോ ക്ലബ് അറ്റകുറ്റപ്പണി നിർവഹിച്ച വീടിന്റെ പുതിയ ടോയ്ലറ്റിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു. ജനതാ ബസാർ വള്ളിക്കാഞ്ഞിരം കേന്ദ്രീകരിച്ച് ഒരു കളിക്കളം വേണമെന്ന ആവശ്യവും ക്ലബ് പ്രവർത്തകർ മന്ത്രിയെ അറിയിച്ചു. കേരള ക്രിക്കറ്റ് ടീം അംഗമായി തെരഞ്ഞെടുത്ത സജില CMCക്കും കൊക്കോ ടീമിലെ പ്രതിനിധീകരിക്കുന്ന ആയിഷ ഫിദയ്ക്കും ചടങ്ങിൽ മെമന്റോ നൽകി. SSLC +2 പരീക്ഷകൾ ഉന്നത വിജയം നേടിയ പ്രദേശത്തെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ഇജാസ് ഇസ്മായിൽ സ്വാഗതവും ജാസിം BP നന്ദിയും പറഞ്ഞു. മലപ്പുറത്ത് നിയന്ത്രണമുള്ളത് 6 പഞ്ചായത്ത് വാർഡുകളിൽ മാത്രം. എല്ലാ നഗരസഭകളും നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തമായി. ജില്ലയിൽ കോവിഡ് വ്യാപനം ശക്തി കുറഞ്ഞതോടെയാണ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയത്. മലപ്പുറം ജില്ലയിൽ പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ അടിസ്ഥാനമാക്കി 6 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10-ൽ കൂടുതലുള്ള മേഖലകളിലാണ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഞായറാഴ്ച മുതൽ ഒരാഴ്ച നിയന്ത്രണം തുടരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ VR പ്രേംകുമാർ അറിയിച്ചു. കീഴുപറമ്പ് പഞ്ചായത്തിലെ 1-ാം വാർഡായ അരിയാണിപ്പറ്റ, മാറഞ്ചേരി പഞ്ചായത്തിലെ 13-ാം വാർഡായ മുക്കാല, മൂർക്കനാട് പഞ്ചായത്തിലെ 2-ാം വാർഡായ കൊളത്തൂർ കുറുപ്പത്താൽ, 16-ാം വാർഡ് വെങ്ങാട് പള്ളിപ്പടി, പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലെ 2-ാം വാർഡ് കോഴിച്ചന, പുലാമന്തോൾ പഞ്ചായത്തിലെ 3-ാം വാർഡ് ചേലക്കാട് എന്നിവിടങ്ങളിലാണ് കർശന നിയന്ത്രണം. കർശന നിയന്ത്രണങ്ങളുള്ള പ്രദേശങ്ങളിൽ അകത്തേക്കും പുറത്തേക്കുമുള്ള പോക്കുവരവുകൾ ഒരു മാർഗത്തിലൂടെ മാത്രമായിരിക്കും. പാൽ, പത്രം, മെഡിക്കൽ അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അനുമതിയുണ്ടാകും. ഹോട്ടലുകൾ ഹോം ഡെലിവറിക്കായി വൈകുന്നേരം 7 മണി വരെ മാത്രം തുറന്നു പ്രവർത്തിക്കാം. ബാങ്കുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണി വരെ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. അവശ്യ വസ്തുക്കളുടെ വിൽപ്പന ഉച്ചയ്ക്ക് 2 മണി വരെ അനുവദിക്കും. ഇത്തരം സ്ഥാപനങ്ങൾ ജീവനക്കാർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പ്രസ്തുത സ്ഥാപനങ്ങളിൽ അനുവദനീയമായ ഗുണഭോക്താക്കളുടെ എണ്ണം സംബന്ധിച്ചുള്ള വിവരങ്ങളും പ്രദർശിപ്പിക്കണം. കനോലി കനാൽ തീരദേശവാസി കൂട്ടായ്മ സംഘടിപ്പിച്ചു. കനോലി കനാൽ പ്രദേശങ്ങളായ അഞ്ചുടി മുതൽ കൂട്ടായി വരെയുള്ള പ്രദേശവാസികളുടെ കൂട്ടായ്മ തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ജലപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. വെട്ടം ചെറുപ്പ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി അധ്യക്ഷനായിരുന്നു. വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതി സെക്രട്ടറി KC അബ്ദുള്ള, ഇറിഗേഷൻ തിരു സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീന്ദ്രനാഥൻ എന്നിവർ പദ്ധതികൾ വിശദീകരിച്ചു. പുരാതന കാലത്ത് 3 തുറമുഖമായിരുന്നു. കൂട്ടായി നഗരം, പറവണ്ണങ്ങാടി, താനൂരങ്ങാടി. ഈ 3 സ്ഥലത്തും തുറമുഖം ഉണ്ടായിരുന്ന ഒരു തോടാണിത്. പറവണ്ണങ്ങാടിയിൽ സ്വദേശി വിദേശി സങ്കര ആവാസയുടെ അതിനെക്കുറിച്ച് നന്നായി പഠിച്ച ഈ മലയാളം സർവകലാശാല ചരിത്ര വിഭാഗത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് നന്നായി പഠിച്ച ആളെന്ന നിലക്ക് ഇതിൻ്റെ ഒരു സാംസ്കാരിക പൈതൃക പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാംസ്കാരിക സ്മാരകം വെട്ടം ആരിക്കോയ, സുനിൽ പരിയാപുരം, KK അബ്ദുറസാഖ് ഹാജി, രജനി മുലയിൽ, CMT ബാവ, ഉള്ളാട്ടിൽ രവി, തസ്നി കമറുദ്ദീൻ, മൂസക്കുട്ടി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂണിറ്റ് ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയ പരാതിയിൽ 2 പേർക്കെതിരെ കേസ്. കുറ്റിപ്പുറം പോലീസ് കേസെടുത്തത് തിരൂർ സ്വദേശികളായ 2 പേർക്കെതിരെ. കുറ്റിപ്പുറം സ്വദേശിയിൽ നിന്നും 4 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ദേശീയ പാരാലിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് പുരസ്കാരവും മെഡലും വിതരണം ചെയ്തു. താനൂർ മൂലക്കൽ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റും മെഡൽ വിതരണവും മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. തിരൂർ ജില്ലാ ആശുപത്രിയെ തകർക്കാനുള്ള ഗൂഢനീക്കത്തിനെതിരെ DYFI പ്രക്ഷോഭത്തിലേക്ക്. കേരള മുസ്ലിം ജമാഅത്ത് താനൂർ സോൺ വികസന രേഖ മന്ത്രി V അബ്ദുറഹ്മാൻ സമർപ്പിച്ചു. കേരളത്തിന് ആശ്വാസമായി കോവിഡ് കണക്കുകൾ കുറഞ്ഞുവരുന്നു. 15,951 പേർക്ക് രോഗബാധ. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.